സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മധുരമുള്ള പച്ചടി ഉണ്ടാക്കാം. ഈ പച്ചടിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. മധുരമുള്ള പച്ചടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പൈനാപ്പിൾ പച്ചടി തീർച്ചയായും അവർ ഇഷ്ടപ്പെടും. ചിലർക്ക് മധുരമുള്ള പച്ചടി ഇഷ്ടമാവില്ല. പൈനാപ്പിൾ കൊണ്ടും വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ച് കളയാം. ഇനി ഇതിൻ്റെ മുകളിൽ കാണുന്ന ചെടി പൊട്ടിച്ച് കളഞ്ഞ ശേഷം നമുക്കിതിൻ്റെ തോല് ചെത്തിയെടുക്കാം. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും എടുക്കാം. ഒരു ഇഞ്ച് വലുപ്പമുള്ള 1 കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 2 നുള്ള് കടുക് കൂടിയിട്ട് അരച്ചെടുക്കണം. കല്ലിൽ അരച്ചുണ്ടാക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് 2 നുള്ളി കടുകിട്ട് 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചതും ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കല്ലിൽ അരച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാത്രമേ ഒഴിക്കാവൂ. ഇത് റെഡിയായി. ഇനി രണ്ടാമത്തെ വിഭവമായ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കാം. വേനൽക്കാലത്ത് പൈനാപ്പിൾ കഴിച്ചാൽ ക്ഷീണം മാറും എന്ന് പറഞ്ഞ് ഞങ്ങളിത് വാങ്ങി നല്ലതുപോലെ കഴിക്കാറുണ്ട്. പിന്നെയും ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭവമായ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കാം. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച ശേഷം ഒരു കഷ്ണം കറുപ്പ വറുത്ത് പൊടിച്ചതും ഒരു നുള്ളി ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളി ഉപ്പുമിട്ട് ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈയിങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് മസാല ചേർത്ത് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാതെയും ഇങ്ങനെ ഇട്ട് കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിടാം. പൈനാപ്പിൾ മധുരമുണ്ടെങ്കിലും ഷുഗർ ഉള്ളവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് 2 ഭാഗവും ഫ്രൈ ആയാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.